നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വഖഫ് ബോർഡിൻ്റെ ഭൂമി കയ്യേറ്റങ്ങളും വസ്തു കയ്യേറ്റങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ചർച്ചയ്ക്ക് പ്രധാനമായും നിദാനമായത് ഒരു വ്യക്തിയുടെ ഇടപെടലാണ് എന്ന് പറയാതെ വയ്യ. ആ വ്യക്തിയാണ് ഇന്ന് മറുപടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ശ്രീ സ്റ്റാലിൻ ദേവൻ 20 വർഷക്കാലം ഇന്ത്യൻ വ്യോമസേനയിൽ ജോലി ചെയ്ത ശേഷം തിരുവനന്തപുരത്ത് സർക്കാർ സർവീസിൽ എത്തുകയും അണ്ടർ സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത സ്റ്റാലിൻ ദേവനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്തായാലും താങ്കളുടെ ധീരമായ ഇടപെടലുകളെ ആദ്യം അഭിനന്ദിക്കുന്നു. താങ്ക് യു. സാധാരണക്കാരുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ വിഷയത്തെ കാണുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇവിടെ താങ്കളുടെ മുന്നിലിരിക്കുന്ന എനിക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല വഖഫ് ബോർഡ് എന്താണ്, ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണോ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വഖഫ്, എത്ര തരം വഖഫുകളുണ്ട്, അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ആദ്യം മുതലേ തുടങ്ങിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതെ. അപ്പോൾ ഞാനും ഒരു 2 മാസം മുമ്പ് വരെ ഈ വഖഫ് എന്താണെന്ന് കേട്ടിട്ടുള്ളതല്ല. അതിനെപ്പറ്റി ഐ വാസ് നോട്ട് അറ്റ് ഓൾ അവെയർ ഓഫ് ഇറ്റ്. അപ്പോൾ അടുത്ത കാലത്തായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഏകപക്ഷീയമായിട്ട് വഖഫ് ബോർഡ് വില്ലേജുകൾ തന്നെ ഏറ്റെടുക്കുന്നു, പഴയ മോണുമെന്റ്സ് ഏറ്റെടുക്കുന്നു, ഇവൻ അംബാനിയുടെ വീട് ഏറ്റെടുക്കുന്നു. കേട്ടപ്പോൾ താജ്മഹൽ അല്ലേ? അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്ത് പറ്റുന്നു? അങ്ങനെ ഒരു പുരുഷൻ വരാനേ ചാൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ വഖഫ് ബോർഡിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഇത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുകയും കൂടുതൽ താല്പര്യത്തോട് പഠിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ലെറ്റസ് കം ടു വഖഫ്. വഖഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊഴുകയോടെ കേൾക്കേണ്ട ഒരു വാക്കാണ്. അതായത് ഒരു നല്ലൊരു മുസ്ലിം മതവിശ്വാസി തൻ്റെ അന്ത്യത്തോടൊക്കെ അടുത്ത് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിലെ ഒരു ഭാഗം, അത് മൂവിളാവാം ഇമൂവിളാവാം, തൻ്റെ ദൈവമായ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് കാലാകാലങ്ങളായിട്ട് മൂവ് ചെയ്ത് വന്നിരുന്ന പ്രോപ്പർട്ടി വന്ന് നിൽക്കുകയാണ്. പിന്നെ അത് ആർക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല. അപ്പം അറബിയിൽ വഖഫിന്റെ അർത്ഥം സ്റ്റോപ്പേജ് എന്നാണ്. സ്റ്റോപ്പേജ്. അപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഈ കാലാകാലങ്ങളിലായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നു, ഒരു നിമിഷം വന്ന് അങ്ങ് നിൽക്കുകയാണ്. പിന്നെ നോ ഫർദർ മൂവ്മെന്റ് ഫോർ ദ ടൈറ്റിൽ. അള്ളാവായിരിക്കും എന്നേക്കുമായിട്ട് അതിൻ്റെ ഓണം. അടുത്തതായിട്ട് ഇതിലൊരു ആദായം കാണുമല്ലോ. അപ്പോൾ ഈ ആദായം എടുത്ത് മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള പയസ്, റിലീജിയസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി, ഒന്നുകൂടി ആവർത്തിക്കുന്നു, മുസ്ലിം മതം അനുശാസിക്കുന്നത് മാത്രമേ പാടുള്ളൂ. അതിനുവേണ്ടി മാറ്റിവെക്കുക. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് വ്യക്തമാക്കുക. അത് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി മാത്രം അതിൻ്റെ ഗുണം കിട്ടണമെന്ന് വെച്ചാൽ അതൊരു പ്രൈവറ്റ് വഖഫാണ്. അതല്ല ജനറൽ മുസ്ലിം, ഇപ്പം ഞാൻ ഒരു ഷിയ മുസ്ലിം ആണെങ്കിൽ ഷിയ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അതാണ് പബ്ലിക് വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ദർ ആർ 2 ടൈപ്സ് ഓഫ് വഖഫ്. ഒന്ന് പ്രൈവറ്റ്, രണ്ടാമത് പബ്ലിക്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം സാറിന് മനസ്സിലായില്ല. പിന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കാരണം മുസ്ലിം മതത്തിന് അടിയിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട്. സുന്നി, ഷിയ, മുഹമ്മദി, അങ്ങനെ. അപ്പം അതിൽ ഓരോരുത്തർക്കും വഖഫ് ഉണ്ടാക്കാം. അതൊക്കെ ഷിയ വഖഫ്, സുന്നി വഖഫ്, ഇപ്പം ബോറ വഖഫ് പുതിയതായിട്ട് ഇപ്പം പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ സബ്സെക്റ്റുകൾ ഉണ്ടാക്കുന്ന വഖഫ് അവരുടേത് മാത്രമായിരിക്കും. അതിൻ്റെ ബെനിഫിഷ്യറീസും അവർ മാത്രമായിരിക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു വഖഫ് ആണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ 3 എവിഡൻസും വേണം. ആരുണ്ടാക്കി, എന്നുണ്ടാക്കി, ആർക്കു വേണ്ടി ഉണ്ടാക്കി, എന്ത് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ ഈ കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടി ഒരാളെ അപ്പോയിന്റ് ചെയ്യും. അയാളുടെ പേരാണ് മുത്തവല്ലി. ആസ് ഗുഡ് ആസ് എ മാനേജർ. മുത്തവല്ലി. അപ്പോൾ മുത്തവല്ലി ഏൽപ്പിക്കും, ഞാൻ പറയുന്ന രീതിക്ക് നീ കാര്യങ്ങൾ നടത്തിക്കൊള്ളണം. അപ്പോൾ
ഓരോ വഖഫും വ്യക്തിഗത വഖഫുകളാണല്ലോ. ഓരോ വഖഫും വന്നിട്ട് ഒരു മതസ്ഥാപനമാണ്. ഓരോ വഖഫും, ഞാൻ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ പോയിട്ടില്ല. ഓരോ വഖഫും ഓരോ മത സ്ഥാപനങ്ങൾ ആണ്. കാരണം ഈ മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളും പുണ്യപ്രവൃത്തികളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്കകത്തും കേരളത്തിലൊക്കെ പല ടൈപ്പ് വഖഫുകൾ പലയിടത്തായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ വഖഫ് ബോർഡ് 1954 വഖഫ് ആക്ടിലൂടെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വഖഫ് ബോർഡ് സമ്പ്രദായം നിലവിൽ. 1954 നെഹ്റുവിൻ്റെ സമയം. അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ മുത്തവല്ലിയും ആ വഖഫ് ഉണ്ടാക്കിയ ആള് നിഷ്കർഷിച്ചിരുന്ന പ്രകാരമാണോ അവിടുത്തെ വരുമാനം കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാൻ, സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വഖഫ് ബോർഡുകൾ ഓരോ സ്റ്റേറ്റുകളിലും വന്നത്. അതിനെയൊക്കെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി വഖഫ് കൗൺസിലും മുകളിൽ പോകും. ഇപ്പം ഏറ്റവും ടോപ്പായിട്ട് വഖഫ് കൗൺസിൽ, താഴെ ഓരോ സ്റ്റേറ്റിലും വഖഫ് ബോർഡുകൾ, അതിന് അടിയിൽ പല 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 വഖഫുകൾ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. അപ്പോൾ ഈ എനിക്കൊരു ചോദ്യം, ഇപ്പം ഈ മുസ്ലിം മതത്തിനടിയിൽ തന്നെ പല വിശ്വാസങ്ങളുണ്ടല്ലോ, ഷിയ സുന്നി. ഇപ്പം തന്നെ സുന്നികൾ പെർസിക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ ഷിയാൾ ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിനൊരു കോമൺ ഫെയ്ത്ത് ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഇവിടെ നമ്മൾ ഈ ദേവസ്വം ബോർഡിൽ അങ്ങനെ ചെയ്തെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് നല്ല ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടാണ് ഞാൻ ഇത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വഖഫ് ബോർഡ് ഒരു റിലീജിയസ് എൻറ്റിറ്റി അല്ല. ഇതൊരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഈ വഖഫുകളുടെ പ്രവർത്തനം മേൽനോട്ടം വഹിക്കുക എന്ന് മാത്രമാണ്, അല്ല അതിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. ഐ വിൽ കം ബാക്ക് ടു ദാറ്റ്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വഖഫ് ബോർഡിന് കീഴിൽ പല പല വിശ്വാസങ്ങളുള്ള വഖഫുകൾ വരുന്നു. നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഒരു സുന്നി വഖഫ്, ഒരു ഷിയ വഖഫ് ഒരാളുണ്ടാക്കി, പിന്നെ ഒരു അഹമ്മദിയ വഖഫ് ഉണ്ടാക്കി, ഇത് വിചാരിക്കാം. കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ അടിയിൽ ഈ 4 വഖഫുകളും പോയിട്ട് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ വഖഫ് ബോർഡ് ഒരു മതസ്ഥാപനം അല്ല. അപ്പോൾ അതിന് സംശയങ്ങൾ വന്നത് വരാം. ഇത് സയ്യദ് ഫസൽ പൂക്കോയ തങ്ങൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞത് 1993 ഹൈക്കോടതി ജഡ്ജ്മെന്റാണ്. റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആൾ ഇന്ത്യ റിപ്പോർട്ടറിൽ. അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയായിരിക്കും. ഈ ജഡ്ജ്മെന്റ് പ്രകാരം പറയുന്നു, വഖഫ് ബോർഡുകൾ എന്ന് പറയുന്നത് ഒരു മതസ്ഥാപനം അല്ല. ഇറ്റ് ഈസ് ഓൺലി എ സൂപ്പർവൈസറി ബോഡി ഓഫ് വഖഫ്സ് രജിസ്റ്റേർഡ് അണ്ടർ ദം. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നു, ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ പാർലമെന്റിൽ നമ്മളെ പ്രേമചന്ദ്രനും വേണുഗോപാലും ഒക്കെ ഉറച്ചു വിളിക്കുന്നത് ഇത് ആർട്ടിക്കിൾ 26 വയലേഷനാണ്, റിലീജിയസ് ഡിനോമിനേഷന് ഉള്ള അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതാണെന്നാണ് അവിടെയൊക്കെ വാദം. അപ്പോൾ ഈ ഡിനോമിനേഷൻ എന്ന് പറയും 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇത് ആൾക്കാർ മൈനോറിറ്റീസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു കൊള്ളണം എന്നുള്ള ഒറ്റ ഉദ്ദേശവും. ഇപ്പം ഞാൻ പലരോടും ചോദിച്ചു, കൃത്യമായിട്ടുള്ള മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ അങ്ങനെ സംസാരിച്ചത്. അത് മാത്രമല്ല വരാൻ പോകുന്നത്, ക്രിസ്ത്യാനും വരും. ക്രിസ്ത്യാനും ഇത് അല്ല, മുസ്ലിങ്ങളല്ലാതെ മറ്റുള്ളവർക്ക് വഖഫ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് കേൾക്കുന്ന മാന്യ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ. സപ്പോസ് ഞാൻ ഒരു ബ്ലേഡ് കമ്പനി നടത്തി ആൾക്കാരൊക്കെ പിഴിഞ്ഞ് കുറേ പലിശയ്ക്ക് പൈസ ഉണ്ടാക്കി, ഇതുകൊണ്ട് ഞാൻ 10 സെന്റ് വാങ്ങിച്ചിട്ട് വഖഫ് ഉണ്ടാക്കിയ അല്ലാഹ് സ്വീകരിക്കും? മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ഒരു നല്ല മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിക്കും വഖഫ് ഉണ്ടാക്കാനുള്ള അർഹതയില്ല. എന്തെന്ന് വെച്ചാൽ അത് ദൈവികമായ ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആ വഖഫിന് സമ്പാദന രീതി എങ്ങനെയായിരുന്നു? ആൾക്കാരെ മോട്ടിച്ചുകൊണ്ടുന്ന പൈസ കൊണ്ട് നമുക്ക് വഖഫ് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനി പേഴ്സൺ ക്യാൻ ക്രിയേറ്റ് എ വഖഫ് എന്നുള്ളത് മുസ്ലിം മത പണ്ഡിതന്മാർ വരെ സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഈ ആക്ട് പാസ്സാക്കിയ സർക്കാരിന് അത് വേണമായിരുന്നു. നല്ലൊരു മുസ്ലിം മത പണ്ഡിതനാണെങ്കിൽ ഒരു പലിശ കാശ് കൊണ്ടുണ്ടാക്കിയ ഒരു വഖഫ് സ്വീകരിക്കില്ല. കോയശ്വറ ബോർഡ്. അപ്പം അതിൻ്റെ മറുപടി ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതാരും ചലഞ്ച് ചെയ്യത്തില്ല. 1995 വഖഫ് ആക്ട്
അതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തൊക്കെയുണ്ട്? ഒരുപാട്. അതേ ഉള്ളൂ. ഇപ്പൊ ആദ്യം വന്നിട്ട് ഭരണഘടന സാർ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ. ഇനി ഞാൻ അതിന്റെ 108A ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1995 വഖഫ് ആക്ടിന്റെ 108A പറയുന്നു, ആക്ട് ടു ഹാവ് ഓവർറൈഡിംഗ് എഫക്ട്. The provisions of this act shall have overriding effect, notwithstanding anything inconsistent therewith contained in any other law for the time being in force, or in any instrument having effect by virtue of any law other than this act. ഇന്ത്യ മഹാരാജ്യത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമങ്ങളിൽ ഇതിന് വിരുദ്ധമായിട്ട് എന്തെഴുതിയിരുന്നാലും ഇറ്റ് വിൽ ഹാവ് ദ ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ടാവുന്നല്ലേ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 1995 ആക്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള ഇതിനപ്പുറം എന്ത് തെളിവ് ആവശ്യം? ഇതിനൊക്കെ നല്ല ഭംഗിയിൽ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കാമായിരുന്നല്ലോ. ഇത് ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നതില്ലേ? നമ്മളെ പ്രൈം ലാ എന്തുമാണ്? ഭരണഘടന, അടിസ്ഥാന നിയമം ഭരണഘടന. അതിലെന്തെങ്കിലും പ്രൊവിഷൻസ് ഇതിന് വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദിസ് വിൽ ഹാവ് ദ ഓവർറൈഡിംഗ് എഫക്ട് എന്നാണ്. ഇനി എന്തുകൊണ്ട് ആരും ഇതിനെ ചോദ്യം ചെയ്തില്ല? ഭരണഘടനയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ല അല്ലേ? അല്ലല്ല, ഇത് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, ഭരണഘടനയെ കുറിച്ചിട്ടും നിയമത്തിനെ കുറിച്ചിട്ടും നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ ഉള്ള ആൾക്കാർ തയ്യാറാക്കിയ സാധനം തന്നെയാണ്. കാരണം എനിക്ക് വായിച്ചപ്പോൾ ഈ കബഡി കളിയും കണക്കാണ്. ഒരിടത്ത് പിടി കിട്ടി, ഈ വസ്തുക്കൾ കൈയേറാൻ ഒരിടത്ത് വകുപ്പില്ലെങ്കിൽ മറ്റൊരു വകുപ്പ് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് പിടിച്ചു. എങ്ങനെ പോയാലും വസ്തു ഏറ്റെടുക്കണം എന്ന് തോന്നിയാൽ ഏറ്റെടുത്തിരിക്കണം. അതിനുള്ള വകുപ്പുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആദ്യം 108A. Now let us go to 107. ലോ ഓഫ് ലിമിറ്റേഷൻ എന്ന് സാർ കേട്ടിട്ടുണ്ടോ? ലോ ഓഫ് ലിമിറ്റേഷൻ കേട്ട് കാണും, ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല, സാമാന്യ ജനത്തിന്. അതെ അതെ. സപ്പോസ് എൻ്റെ അയൽവക്കത്ത് സാറിനൊരു വസ്തു ഉണ്ട്, ഞാൻ ആ വസ്തു അനധികൃതമായി കൈയേറി. സാറ് അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. 12 വർഷം കഴിഞ്ഞു. അത് 12 വർഷം കഴിയുമ്പോൾ ബൈ അഡ്വേഴ്സ് പൊസഷൻ ആ വസ്തു എൻ്റെതാണ്. അതായത് സാറിന് ഒരു ഗ്രിവൻസ് ഉണ്ടെങ്കിൽ you will have to approach an appropriate forum for the redressal of your grievances within a reasonable time. അത് വസ്തു സംബന്ധമായിട്ടാണെങ്കിൽ അത് 12 വർഷം ആണ്. പല കാര്യങ്ങൾക്കും ലിമിറ്റേഷൻ ഇങ്ങനെ മാറി വരും. അപ്പോൾ ഈ ലിമിറ്റേഷൻ ആക്ട് ഇതിനും ബാധകമാക്കിയാൽ എന്ത് സംഭവിക്കും? 12 വർഷം മുമ്പ് വരെയുള്ള വസ്തു മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എവിഡൻസും കാണും. ഒരു ഡോക്യുമെന്റ് 12 വർഷം വരെയുള്ള ഡോക്യുമെന്റ് എന്തായാലും ഇന്നത്തെ ഇന്ത്യയിൽ കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? ലിമിറ്റേഷൻ ആയിട്ട് അങ്ങ് എടുത്ത് മാറ്റി കൊടുത്തു. അപ്പോൾ 500 വർഷവും 1000 വർഷവും മുസ്ലിം മതം ഉണ്ടായതിൻ്റെ അന്ന് വരെ വഖഫ് യാത്രയാം. മനസ്സിലായ ആ രഹസ്യം എന്താണ്? വരുന്ന ഡിഫറൻസ് മനസ്സിലായോ? തീർച്ചയായും. ഈ ലിമിറ്റേഷൻ ആക്ട് അപ്ലൈ ചെയ്താൽ മാക്സിമം 12 വർഷം മുമ്പ് വരെയുള്ള പ്രോപ്പർട്ടിയെ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് മറ്റു ബാക്കി പ്രോപ്പർട്ടിയൊക്കെ സർക്കാർ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ബൈ അഡ്വേഴ്സ് പൊസിഷൻ അവരുടെ ആയിക്കഴിഞ്ഞു. ഇത് ഇത് മുസ്ലിം മതം ഉണ്ടായ ദിവസം വരെ വഖഫ് മനോരഥത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഈ ലിമിറ്റേഷൻ, ലോ ഓഫ് ലിമിറ്റേഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ. എല്ലാം അവർക്ക് അനുകൂലമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരിടത്തൂടെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വശത്തൂടെ പിടിക്കുക. അപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധം അല്ലെന്ന് ഈ ലോകത്താരെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം നമ്മളെല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണെന്നല്ലേ നമ്മൾ ഭരണഘടന പറയുന്നത്. സിവിൽ കോടതിയിൽ ഒരു കേസ് എടുക്കാൻ 12 വർഷവും ഇവിടെ 1500 വർഷവും എങ്ങനെയുണ്ട്? എങ്ങനെ ആൾക്കാരെല്ലാം തുല്യരാണെന്ന് നിയമത്തിനൊത്ത് എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, തുല്യരാവണ്ടേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു വളരെ വലിയൊരു തെറ്റായിട്ട്, ഡിസ്ക്രിമിനേഷൻ ആണല്ലോ. ആൾ ആർ ഈക്വൽ ബിഫോർ ലാ. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടിക്ക് മാത്രം ഇതങ്ങനെ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം. അടുത്തതായിട്ട് ഞാൻ വരുന്നത് സെക്ഷൻ 40യിലേക്കാണ്.
അപ്പോൾ ഇന്നലെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു മുനമ്പത്തിൻ്റെ അവരുടെ ഇഷ്യൂവിൽ ഇപ്പം ഡയറക്റ്റ് ഞാൻ ഇടപെടുകയാണ് അവരുമായിട്ട്. അത് ഞാൻ പിന്നെ പറയാം. 610 കുടുംബങ്ങൾ അല്ലേ? 610 കുടുംബങ്ങൾ ആണ് ഈ പ്രശ്നം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വഖഫ് പ്രശ്നമേ അല്ല. ഒരു 100 200 കൊല്ലം കഴിയുമ്പോൾ ഈ വഖഫിനെ പറ്റി അന്നത്തെ ആൾക്കാർ ഓർമ്മിക്കുമ്പോൾ മുനമ്പത്ത് ഓർമ്മിക്കും. അത്ര സ്പെഷ്യാലിറ്റി ഉള്ളൊരു കേസാണ്. ഇന്ത്യയിൽ അതുകൊണ്ടൊരു കേസ് വേറെ ഒരിടത്തും കാണത്തില്ല. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഈ സെക്ഷൻ 40 എന്ന് പറയുന്നത് വഖഫിന് ഈ വസ്തുവകൾ ഏറ്റെടുക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു ഇതാണ്. അതിൽ പറയുന്നത് എന്താണ്? നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്, ആൾറെഡി പറഞ്ഞു. ലാ ഓഫ് ലിമിറ്റേഷൻ ഇല്ല. അടുത്തായിട്ട് വരുന്ന വഖഫ് ബോർഡ് വിചാരിക്കുകയാണ് ഒരു വസ്തു വഖഫ് വസ്തുവാണ്. ഇഫ് ഇറ്റ് ഹാസ് റീസൺ ടു ബിലീവ്, അവർക്ക് വിത്തൗട്ട് ഇവൻ ഇഷ്യൂയിങ് എ നോട്ടീസ് ടു ദ അഫക്റ്റഡ് പാർട്ടീസ് തീരുമാനമെടുത്ത് റവന്യൂ രേഖകളിൽ മാറ്റങ്ങൾ വരുത്തും. വഖഫ് പ്രോപ്പർട്ടിയാണെന്നുള്ളത് അത് ഈ വസ്തു ഉടമസ്ഥൻ അറിയേണ്ട ആവശ്യമില്ല. അവിടെ ഒരു നോട്ടീസ് കൊടുക്കണമെന്നുള്ള പ്രൊവിഷൻ അതിൽ പറയുന്നില്ല. പക്ഷെ അതിന് സബ്സെക്ഷൻ 3 പറയുന്നു, അതൊരു ട്രസ്റ്റോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം. മുകളിലുള്ള പാവങ്ങൾക്ക് നോട്ടീസ് കൊടുക്കണ്ട. താഴത്തെ കേസാണെങ്കിൽ നോട്ടീസ് കൊടുക്കാം. നോട്ടീസ് കൊടുത്താലും ഫൈൻ അതോറിറ്റി, അതായത് വഖഫ് ബോർഡിന് യുക്തമായ രീതിയിൽ എൻക്വയറി നടത്തി യുക്തമായ തീരുമാനം എടുക്കാം. ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ് ആൻഡ് നെസസറി. കോടതിയിലോട്ട് പോകാൻ പറ്റില്ല. കോടതിക്ക് നിങ്ങൾ പറഞ്ഞോളാം. ദർ ഇസ് നോ പ്രൊവിഷൻ അറ്റ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾ അറിഞ്ഞില്ല. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ് നഷ്ടപ്പെടുന്നത്. കേൾക്കാനുള്ള അവകാശം. എന്നെ ഒന്ന് കേൾക്കൂ, അതിനുശേഷം എടുത്തോ. കേൾക്കാൻ മാട്ടെ. മനസ്സിലായില്ലേ? അതാണ് ഒന്നാമത്തെ മനുഷ്യാവകാശ ലംഘനം. രണ്ടാമത്തെ എന്താണ്? ഒരു തർക്കം നടക്കുകയാണല്ലോ അവിടെ. ആരെ തർക്കം ഉണ്ടാക്കിയ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നു, ഇപ്പുറത്ത് ഉടമസ്ഥൻ. ഇവർ തമ്മിലുള്ള തർക്കം തീരുമാനം ആരെടുത്ത്? വഖഫ് ബോർഡ്. അതും ഹ്യൂമൻ റൈറ്റ്സിന് വിരുദ്ധമാണ്. 2 കക്ഷിയുള്ള ഒരു തർക്കത്തിൽ അതിലൊരു കക്ഷി ഒരിക്കലും ഒരു ജഡ്ജിയാവാൻ പാടില്ല. മൂന്നാമതൊരു കക്ഷി കേട്ട് വരും, നിങ്ങൾ എന്ത് കാര്യം എന്ന് തിരക്കി ചെയ്യുക. അതിൽ എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ. കാരണം ഇത് പെട്ടെന്നൊന്നും സാധാരണഗതിയിൽ വായിച്ചു പോയാൽ നമുക്കിത് മനസ്സിലാകില്ല. മനസ്സിരുത്തി അങ്ങനെ വായിച്ചു പോകുമ്പോൾ മാത്രമേ. അല്ല സാർ, ഈ മുസ്ലിങ്ങൾക്ക് അറിയാമോ ഇക്കാര്യങ്ങളൊക്കെ? ഈ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് വഖഫ്, എന്താണ് വഖഫ് ബോർഡ്, ഇതിന്റെ ആവശ്യകത വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഓരോ വഖഫിന്റെ ബെനിഫിറ്റ് ഗോസ് ടു ഓൺലി ടു ദ ബെനിഫിഷ്യറീസ്. എല്ലാ മുസ്ലിങ്ങൾക്കും എല്ലാ വഖഫ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പൊ മുസ്ലിങ്ങളുടെ സ്വത്തുവകകളും ഇതുപോലെ കൈവശപ്പെടും. സംശയമുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന ഫേമസ് കേസുകളൊക്കെ മുസ്ലിങ്ങളെ വസ്തു ഏറ്റെടുത്തതാണ്. പക്ഷെ ഇവർ വിചാരിക്കുന്നത് എന്താണ്? ഞങ്ങളെ വസ്തു ഏറ്റെടുക്കില്ല. അങ്ങനെ ഞാൻ നേരത്തെ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞില്ലേ, സുപ്രീം കോടതി കഡ്ജുണ്ട്. അത് കൽക്കട്ടയിലുള്ള ഒരു ലേഡി, മുസ്ലിം ലേഡിയോട് ഒരു കേസാണ് അവിടെ എത്തുന്നത്, അവരെ വസ്തു ഏറ്റെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളെ വസ്തു. ഞാൻ പറഞ്ഞു, വഖഫ് ദൈവീകമായ ഒരു കാര്യമാണ്. നമ്മൾ എതിർക്കുന്നത് വഖഫിനെ അല്ല, വഖഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻസിനെയാണ് നമ്മൾ എതിർക്കുന്നത്. വഖഫ് ഇനിയും ഉണ്ടാവട്ടെ, എല്ലായിടത്തും വഖഫുകൾ ഉണ്ടാകട്ടെ, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ വഖഫ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന നിബന്ധനകൾ യൂണിലാറ്ററായിട്ട് ഏതൊരു വസ്തുവും എത്ര വർഷം പഴക്കമുള്ള ക്ലെയിമും ഉന്നയിച്ചുകൊണ്ട് ഏറ്റെടുക്കാമെന്നുള്ളതും സാധ്യമല്ല. സാധ്യമായി ഇവിടെ എന്ത് സംഭവിക്കും? ഭാവിയിൽ വർഗീയ ലഹള സംഭവിക്കും. ഇതിങ്ങനെ തുറന്നു പോകുമ്പം അവസാനം അതിലെത്തുന്ന അവസാനം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഇപ്പോൾ ഉള്ള ഈ സെക്ഷനിലെ ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകൾ അമെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വസ്തു ഏറ്റെടുത്തു, അറിയുന്നില്ല. അപ്പോൾ ആ വ്യക്തി അറിയുന്നത് ചിലപ്പോൾ കരമടയ്ക്കാൻ പോകുമ്പോഴായിരിക്കും. പറയും, നിങ്ങളെ വസ്തു നിങ്ങൾ ഇനി കരമടയ്ക്കണ്ട, ഇനി അങ്ങനെ. ഇപ്പം എല്ലാ തമിഴ്നാട്ടിലൊരു കേസിൽ അവിടെ ഒരു കർഷകൻ മോളെ കല്യാണമായിട്ട് പ്രമേയിച്ച് വസ്തു വിൽക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത്. കാരണം വഖഫ് ബോർഡ് ഡയറക്ഷൻ കൊടുക്കും സബ് രജിസ്ട്രാർ ഓഫീസിലും പിന്നെ റവന്യൂ ഓഫീസിലും, അതനുസരിച്ച് രേഖകളിൽ മാറ്റം വരുത്തി വെച്ചേക്കും. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് പിന്നെ വസ്തു പണയം വെച്ച്
വയ്ക്കാനോ വിൽക്കാനോ മക്കൾക്ക് എഴുതി കൊടുക്കാനോ പറ്റൂല. പിന്നെ ഇനി എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോണ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഈ ആക്ട് മാറിയില്ലെങ്കിൽ ഇതുവരെ നമ്മളെ റവന്യൂ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ബാങ്കുകാർ ലോൺ തരുമായിരുന്നു. ഇനി തരില്ല. എന്താണ് ലോൺ തന്ന് പിറ്റേ ദിവസം വക്കഫ് എടുത്തവരിങ്ങനെ ആരെയും ക്ലെയിം ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറയും? യു ഗോ ആൻഡ് ബ്രിങ് ആൻ NOC ഫ്രം ദ വക്കഫ് ബോർഡ്. ഏതെങ്കിലും ബാങ്ക്, കോമൺ സെൻസ് ഉള്ള ഏതെങ്കിലും ബാങ്ക് ഈ നിയമം നിലനിന്ന് കഴിഞ്ഞാൽ ലോൺ തരൂ. കാരണം ലോൺ കൊടുത്ത് പിറ്റേ ദിവസം ഇൻ കേസ് വക്കഫ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയാ പൈസ റിട്രീവ് ചെയ്യും? അപ്പോൾ ഇന്ത്യയിലെ ഓരോ വ്യക്തിയും ഓരോ സ്ഥാപനവും എൻഷുർ ചെയ്യണം, അത് എൻ്റെ തന്നെയാണ്, വക്കഫിൻ്റെതല്ല എന്നുള്ള ആ ഒരു പരിതാപകരമായ എൻഷുർ ചെയ്യാൻ മാത്രം പോരാ, വക്കഫിന്റെ NOC കൂടെ വാങ്ങിക്കണം. വക്കഫ് ബോർഡിന് ഭാവിയിൽ ഏറ്റെടുക്കാമല്ലോ. ഫൈനൽ അതോറിറ്റി ടു ഡിസൈഡ് ടു ഹൂം എ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ബിലോങ്സ്. ഒരു വസ്തു ആരുടേതാണെന്ന് ഇനി കോടതികളായിരിക്കില്ല തീരുമാനിക്കുന്നത്, വക്കഫ് ബോർഡ് എന്നുള്ള ദയനീയ അവസ്ഥയിലേക്കാണ് കാര്യം. ഇതിപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാം ഒരുപാട് വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ കേൾക്കുന്നുണ്ടാവും. അവർക്ക് എന്താണ് പറയുന്നത് അവർക്കറിയാം. തീർച്ചയായിട്ടും അടുത്തത് വരുന്നു. അപ്പോൾ അവിടെ ഈ വയലേഷൻ നടക്കുന്നു. അവിടെ ആർട്ടിക്കിൾ 14 വയലേഷൻ നടക്കുന്നില്ലേ? വക്കഫ് ബോർഡും നമ്മളും തുല്യത വേണ്ടേ? ആളെ ഈക്വൽ ബിഫോർ ലാ. അവിടെ വന്നിട്ട് റീസണബിൾ ക്ലാസിഫിക്കേഷൻ വരാം. എന്താണ്? നമ്മൾ SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേക, അപ്പോൾ അവർക്ക് കൊടുത്ത ഞാൻ ഇന്ത്യൻ പൗരനിൽ ചോദിക്കാൻ പറ്റില്ല. പക്ഷേ അവരെ ക്ലാസ് ചെയ്യുന്ന റീസണബിൾ ക്ലാസിഫിക്കേഷൻ, കാലാകാലമായിട്ട് ആവശ്യതയ്ക്ക് അനുഭവിച്ചു അവരെ സഹായിക്കാനുള്ള പ്രത്യേക, അപ്പം ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിൽ എന്ത് റീസണബിൾ ക്ലാസിഫിക്കേഷനാണുള്ളത്? വക്കഫ് ബോർഡ് നിങ്ങളെ പുറത്ത് എടുത്തുകൊണ്ട് പോകുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിൽ ഇത് എല്ലാവരും പിന്നെ സൂക്ഷിച്ച് കേൾക്കണം, വായിക്കുകയാണ്. എൻക്രോച്ചർക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഹൂ ഈസ് ആൻ എൻക്രോച്ചർ? മീൻസ് എനി പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് ഓർ പ്രൈവറ്റ്, ഏത് വ്യക്തിയോ സ്ഥാപനമോ പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും, ഒക്കുപ്പൈങ് വക്കഫ് പ്രോപ്പർട്ടി, വക്കഫ് പ്രോപ്പർട്ടിയിൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ആൾ, വക്കഫ് പ്രോപ്പർട്ടി ആൾ തീരുമാനിക്കും, വക്കഫ് ബോർഡ് തീരുമാനിക്കും. ഇൻ ഹോൾ ഓർ പാർട്ട് വിത്തൗട്ട് ദ അതോറിറ്റി ഓഫ് ലാ. ഈ ഇവിടെ മെൻഷൻ ചെയ്ത ലാ എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. അതായത് മുൻപത്തെ കേസ് എനിക്കറിയാം. അപ്പോൾ ആ പാവങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണഘടനയിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അവർ എക്സിസ്റ്റിംഗ് വോഗായിട്ടുള്ള ഈ റവന്യൂ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ കൈവശം ഉള്ള രേഖകളുമായിട്ട് ജീവിച്ചു വരുന്നു. അവരെ സംബന്ധിച്ചോളം അവർ വിചാരിച്ചെന്താണ്? ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിയമപരമായി കിട്ടിയതാണ്. ഇതിലെഴുതിയിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വക്കഫ് ബോർഡ് എങ്ങനെ അത് ക്ലെയിം ചെയ്യൂ? അതാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ലാ അല്ല, ഇത് ശരീരത്തിലെ ഓൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ്. എന്താണ്? മുൻപത്ത് താമസിക്കുന്ന ആൾക്കാർ കയ്യിൽ ഈ ആസ്പർ ലാ ഉള്ള രേഖകൾ ഇല്ലാത്തതുകൊണ്ടാണോ അത് ഏറ്റെടുത്തത് വക്കഫ് ബോർഡ്? ശരീരത്തിൽ ആ പ്രകാരമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓൺസ് എ വക്കഫ് ഓൾവേസ് എ വക്കഫ്. അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ഞാൻ ഇത് കാര്യമായിട്ട് മനസ്സിലാക്കി, ഇതിൻ്റെ ഓരോ വാക്കും ഞാൻ അർത്ഥം മനസ്സിലാക്കി വായിച്ചിട്ടാണ് സംസാരിക്കണം. ഞാൻ വക്കഫിനെതിരല്ല, നല്ല കാര്യമാണെന്നേ പറയും, ദൈവികമായ ഒരു കാര്യം. പക്ഷെ ഇതെന്താ? ഇതിന്റെ അടിയിൽ കൂടെ അന്തസാര കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും അറിയുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ അത്യാവശ്യം പൂർവ്വം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. നമ്മുടെ ശ്രദ്ധയിൽ വരെ 29 വർഷം കഴിഞ്ഞിട്ടാണ് ശ്രദ്ധയിൽ വരുന്നത്. ആരും പിന്നെ ഇത് PA പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഫയൽ ചെയ്തില്ല. റീസെൻ്റ്ലി 120 ഫയൽ ചെയ്തു ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട്. ഇപ്പോഴാണ് ആൾക്കാരുടെ ഇതൊരു സ്ലോലി മൂവ് ചെയ്യായിരുന്നു. ഇപ്പം അവിടെയും ഇവിടെയൊക്കെ പിടിത്തം തുടങ്ങിയപ്പോഴാണ് എന്താണെന്ന് ഇവൻ എന്നെ പോലെയുള്ളവരും വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതൊക്കെ വെളിച്ചത്തിൽ. അല്ല, ഇപ്പം കേരളത്തിൽ ആ മുനമ്പം വിഷയം അല്ല, ചെറായി വിഷയം മാത്രമേ ഉള്ളൂ അല്ലേ? ഈ അല്ല, പിന്നെ വേറെ മറ്റേ അറക്കൽ ഭഗവതി കേസ് ക്ഷേത്ര മറ്റേ ശങ്കുട്ടി ദാസ് പല ചർച്ചകളും. ഐ ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. പക്ഷെ അങ്ങനെ 2 ഇൻസിഡന്റ് ആണ്. ഒന്നായിക്കോട്ടെ, അവിടെ പ്രൊവിഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി അല്ലേ ക്ലെയിം ചെയ്തുള്ളൂ. ഭാവിയിൽ എല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വകുപ്പാണല്ലോ. ആ വകുപ്പ് പ്രകാരം സാധ്യമാണോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. എല്ലാം ഒന്നല്ലേ എടുത്തോളൂ എന്നല്ല. ശ്രീ സ്റ്റാലിൻ ദേവനുമായുള്ള മറുപടി ഇവിടെ പൂർണ്ണമാവുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.